ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കെ മുരളീധരൻ തൃശൂരിലെത്തി. വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരന് നൽകിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കെ മുരളീധരന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, റെയിൽവേ സ്റ്റേഷൻ മുതൽ DCC ഓഫീസ് വരെ റോഡ് ഷോ ആണ് ഇപ്പോഴല്ലേ? വലിയ ജനപങ്കാളിത്തം, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമൊക്കെ റോഡ് ഷോയിലുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും വലിയ ആവേശം തന്നെയാണുള്ളത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ കെ മുരളീധരനൊപ്പം ചേരുകയാണ്. ഈ പ്രവർത്തക പ്രഭാവം കണ്ടിട്ട് തൃശ്ശൂരിലെ ആദ്യ ഇറങ്ങുകയാണ്. തൃശ്ശൂരിൽ അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയത്. വലിയ സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ ഒരുക്കിയത്. അതിനുശേഷം ഒരു റോഡ് ഷോയായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് DCC ഓഫീസിലേക്കുള്ള യാത്രയിലാണ്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് പ്രവർത്തകർ കെ മുരളീധരനെ സ്വീകരിക്കുന്നത്. നേരത്തെ TN പ്രതാപൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടം, അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുത്തും പോസ്റ്റർ പ്രചാരണവും ഒക്കെ തുടങ്ങിയതാണ്. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുന്നു. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നു. പക്ഷേ വലിയ ആവേശത്തോടെ തന്നെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുകയാണ്.